ഈശ്വരന്മാരെ, അറിയാതെ ഒരു മുള്ളു പോലും ആരുടെയും കാലിൽ കൊള്ളരുതേ എന്ന് ദിവസവും 2 നേരം മുടങ്ങാതെ അപേക്ഷിച്ചിട്ടും നീ എന്റെ പ്രാർത്ഥന തള്ളിയില്ലേ? ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങാൻ അറിയാത്ത ആള് ഡോക്ടർ ആയാലെന്ത്, കറവക്കാരനായാലെന്ത്? ഒരു ചെറിയ പ്രശ്നമുണ്ട്. പരമ്പരാഗത രീതി വെച്ചാവുമ്പോ ആ മറപ്പുര ഇങ്ങോട്ട് നീങ്ങിയല്ലേ സ്ഥിതി ചെയ്യേണ്ടത് എന്നൊരു സംശയം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ കുളിച്ചില്ലെങ്കിൽ കൂടി കാലത്തും വൈകിട്ടും ഫേഷ്യൽ ചെയ്തിരിക്കണം. ഇതൊന്ന് കണ്ടിട്ട് സഹിക്കാൻ വയ്യേ. പരസ്പരം ചെളിവാരി തേച്ചോണ്ടുള്ള പരിപാടിയൊന്നും വേണ്ടെന്ന മേൽത്തട്ടി എന്നുള്ള നിർദ്ദേശം. മാല നീ ഇട്ടോ, പക്ഷെ ആരോടും നമ്മൾ വാങ്ങിയതാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഞങ്ങളുടെ ഓമന നേതാവേ. സർക്കാർ പൊതുജനങ്ങൾക്ക് ഒരു 750 കക്കൂസ് അനുവദിച്ച് അങ്ങോട്ട് വെക്കാം. അതിലൊരു 500 കക്കൂസ് പിള്ള സാറിന് അങ്ങോട്ട് തരും. എന്റെ ദൈവമേ, എനിക്കെന്തിനാ 500 കക്കൂസ്? ദയവ് ചെയ്ത് എന്റെ അരിയിൽ മണ്ണ് വാരിയിടരുത്. പിന്നെ സാറിന്റെ 1 രൂപയുടെ അരിക്കകത്ത് ഞങ്ങൾ 10,000 രൂപയുടെ മണ്ണടിക്കാൻ പോവല്ലേ? ഡോക്ടർമാരെ എന്തും കുഴൽ തന്നെയാണ് എനിക്കോട്ടു ചെയ്യേണ്ട ചിഹ്നം. കള്ളുടിക്കാത്തവർ വോട്ട് ചെയ്യട്ടെന്ന് നമ്മൾ പറഞ്ഞ വോട്ടു തോക്കും ആ ഹോമിയോ ഡോക്ടർ. കുടമെന്ന ചിഹ്നത്തിൽ നിൽക്കണൊരാളിവൻ നമ്മുടെ നാടിന്റെ തങ്കക്കുടം. എന്താ ചിഹ്നം? കൊത്തുവിളക്ക്. ചന്തു ആരോമലിനെ കുത്തിയ ആ കുത്തുവിളക്കാണോ? ആരോമൽ ഉണ്ണിയേ ചന്തു ചതിച്ചത് കുത്തുവിളക്കിന് കുത്തിയല്ലേ. ഞാനൊരു ഡോക്ടറുടെ ഭാര്യ, എന്റെ മക്കള് ഡോക്ടറുടെ മക്കളാ. ഞങ്ങൾക്ക് അന്തസ്സിലും അഭിമാനത്തിലും ജീവിക്കണം. അവള് ഡോക്ടറുടെ ഭാര്യയല്ലേ, മക്കള് ഡോക്ടറുടെ മക്കളല്ലേ? പിന്നെ ഇപ്പൊ പിടികിട്ടാത്ത ഒന്നേ, ഈ ഞാൻ ആരാ? ഡോക്ടർ, യു ആർ വെരി ഇന്നസെന്റ്.